താങ്കൾ ടച്ച് ചെയ്തിട്ടുണ്ട്. And you are sorry to her after that. Do you think it's right? അത് ചോദിക്കുക ഇവളാരാ മസ്താനിയോട് ബാഡ് ബിഹേവ് ചെയ്ത് സോറി പറയാനെന്ന്? അല്ല ഇവളാരാ? ബിഗ് ബോസാ? തെറ്റാണ്. വേദലക്ഷ്മി, നീ വെറും ഒരു വിഷവ, വെറും ചെറ്റ സ്വഭാവം നിന്റെ കയ്യിരിക്കുന്നത്. നീ ഈ ലോകത്ത് ജനിക്കേണ്ടവളെ അല്ല. നീ ജനിച്ചു കഴിഞ്ഞാലും നിന്റെ ക്വാളിറ്റിയിലോ നിന്റെ സ്വഭാവത്തിലോ ഉള്ള ജനങ്ങളുടെ കൂടെ മാത്രമേ നിനക്ക് സഹവാസം പറ്റത്തുള്ളൂ. അല്ലാതെ നിനക്ക് പൊതുസമൂഹത്തിന്റെ ഇടയിലൊന്നും ഇറങ്ങി ജീവിക്കാനോ നടക്കാനോ കഴിയത്തില്ല. ഞാൻ ഇത്തരത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അതുപോലൊരു ആക്ടാണ് ഈ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചത്. ഞാൻ വിചാരിച്ച് വേദലക്ഷ്മി അല്പമെങ്കിലും ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിരിക്കുന്നു. ഇത് ക്വാളിറ്റി ഉള്ള പ്ലെയർ അല്ല. ഇത് ആരൊക്കെയോ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ബിഗ് ബോസിലേക്ക് കയറിയ ഒരു കോണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് നിലവിൽ ആ ഒരു പെണ്ണിനെ കുറിച്ച് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആദിലയും നൂറേയും പറ്റി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ വെച്ച് പറഞ്ഞാൽ നമുക്ക് ആർക്കും ആക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുപോലൊരു സാധനമാണ് ഇത് ഇപ്പോഴും കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ണിൽ കാണാത്ത, താനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത കാര്യം, അത് ഒരു പെണ്ണിനെ ഡിഫേം ചെയ്യുന്ന ഒരു കാര്യം കൊണ്ടുവന്നൊരു കോണ്ടന്റ് ആയിട്ട് എടുത്തു വെച്ച് കാണിക്കുന്നു. അതും ബിഗ് ബോസ് ചോദിക്കുന്നത് എങ്ങനെ, അതിനും ഭയങ്കര ഹയർ ആയിട്ട് വിളിച്ചു വരുത്തി മൈക്കിട്, നീ ആദ്യം മൈക്കിട്ടിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാനെന്ന്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മസ്താനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമോ ഒനയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു കോണ്ടന്റ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഈ വേദലക്ഷ്മി എന്ന് പറയുന്ന സാധനത്തിന് ബിഗ് ബോസ് ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പിടിച്ചു നിർത്തി ഒന്ന് കുടഞ്ഞ് അതിനെ ഇറക്കി വിടാൻ പറ്റുമെങ്കിൽ ഇറക്കി വിട്ടേക്കണം. കാരണം അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യത്തെ കുറിച്ച് അവിടെ ചോദിച്ചപ്പോഴത്തേന് ലാലേട്ടൻ ചോദ്യം ചെയ്ത രീതിയൊക്കെ നമ്മളെ പോലുള്ള എല്ലാ മലയാളികളും കണ്ടതാണ്. അതുപോലൊരു ചോദ്യം ചെയ്യുന്ന രീതി വേണം ഈ പറയുന്ന വേദലക്ഷ്മി എടുത്ത് ചോദിക്കേണ്ടത്. കാരണം ഇവരിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അനുമോൾ പറഞ്ഞതിനേക്കാളും എത്രയോ ഹയറിൽ വരുന്ന കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിനകത്ത് വിജയികളായിട്ടുള്ള സ്പോൺസേർഡ് ടാസ്കിനകത്ത് ഒനേലിന്റെ കയ്യിൽ നിന്നും പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ചാൽ വീഴാൻ പോകുമ്പോൾ നമ്മൾ അടുത്തുള്ള തൂണാണോ തുരുമ്പാണോ ആളാണോ പട്ടിയാണോ പൂച്ചയാണേലും കയറി പിടിക്കും. അതൊരു റിഫ്ലക്സ്. ആ ഒരു റിഫ്ലക്സ് മാത്രമായിട്ട് എനിക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഞാൻ ആ വീഡിയോ നിങ്ങളോട് ഒന്നുകൂടെ പ്ലേ ചെയ്യാം, അതിനുശേഷം സ്ലോ ആയിട്ട് കാണിച്ചുതരാം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. നോക്കിക്കോണം, കൃത്യമായിട്ട് വിജയികളായി അങ്ങോട്ട് തിരിയുന്നു അവര്. ഒനയിൽ ആ ഫ്ലെക്സിൽ തട്ടി വീഴാൻ പോകുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന മസ്താനിയാണ്, മസ്താനിയെ കയറി പിടിക്കുന്നു. ഇതാണ് സത്യത്തിൽ എനിക്ക് കാണാനായിട്ട് അതിനകത്ത് സാധിച്ചത്. ഇനി ഞാൻ ഈ സെയിം സാധനം തന്നെ ഒന്നും കൂടെ സ്ലോ മോഷനിൽ നിൽക്കുന്നു കാണിച്ചത്, അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതെ, വിജയാഘോഷം എല്ലാവരും അങ്ങോട്ട് മൂവ്മെന്റ് നടത്തുന്നു. ഫ്ലെക്സിനകത്ത് കാല് തട്ടുന്നു, ഒനയിൽ താഴേക്ക് വീഴുന്നു. തൊട്ടടുത്ത് നിൽക്കുന്നത് അതിപ്പോ മസ്താനി അല്ല മറ്റാരാണെങ്കിലും കയറി പിടിച്ചു, വീഴാതിരിക്കാൻ കയറി പിടിച്ചു. പിടിക്കുന്ന സമയത്ത് ബാഡ് ടച്ച് എവിടെയാ ഗുഡ് ടച്ച് എവിടെയാന്ന് നോക്കി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തലയടിച്ച് താഴെ വീഴത്തേ ഉള്ളൂ മനുഷ്യൻ. ഈ നമുക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചൊക്കെ വേണം, അത് എല്ലാ പെൺകുട്ടികൾക്കും വേണം. അത് ഇന്റൻഷനലി തൊടുന്ന ആൾക്കാർക്ക് ഇടയിലേക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറയാനും എടുക്കാനുള്ളത്. അല്ലാതെ വീഴാൻ പോകുന്നിടത്ത് ഒരു കുഴിയിലോട്ടെടുത്ത വീഴാൻ പോകുമ്പോൾ ചാടി കയറി പിടിക്കുന്നത് അന്യഭാഗത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും അവിടെ നിന്നുകൊണ്ട് അവനെതിരെ കേസ് കൊടുക്കാനായിട്ട് പോകുമോ? ആ വീഴാൻ പോകുന്നതിനെ വീഴാതിരിക്കാൻ നോക്കുക എന്നുള്ളത് ഒരു മനുഷ്യത്വം, അല്ലാതെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒന്നും അല്ല. പിന്നെ ഇതിനെ തുടർന്ന് ഇതിപ്പം മസ്താനിക്കാണ് ഇത് സംഭവിച്ചത്. പക്ഷെ ഇതിനെ ചോദ്യം ചെയ്യുന്നത് മസ്താനി അല്ല. മസ്താനി പ്രോപ്പറായിട്ട് പോയിരുന്നിട്ട് അത് മൈക്ക് മാറ്റി വെച്ചിട്ട് ലക്ഷ്മിയോട് പറയും, എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, എനിക്കിതൊരു ചർച്ചയാക്കണ്ട, ഒരു കോണ്ടന്റ് ആയിട്ട് എടുക്കണ്ട. ഇത് കൃത്യമായിട്ട് ഒനയിലുമായിട്ടൊന്ന് മൈക്കൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് ചോദിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കണം. ചിലപ്പോൾ ഒരു മനസമാധാനത്തിന് വേണ്ടിയായിരിക്കാം മസ്താനിക്ക്. പക്ഷെ അന്നേരം ഈ കുലസ്ത്രീ ആയിട്ടുള്ള വേദലക്ഷ്മിക്ക് ഇതൊരു കോണ്ടന്റ് ആയിട്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് പുറത്തു വിടണം, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം അത് ചോദ്യം ചെയ്യുന്ന സമയത്ത് മൈക്ക് ഇടാതെ നിൽക്കുന്ന ഒനയിലിന്റെ അടുത്ത് ഇവർ പല്ല് തേച്ചോണ്ട് പറയണേ ആദ്യം മൈക്ക് ഇട്ടിട്ട് വരാണ് എന്നിട്ട് സംസാരിക്കാന്ന്. അവളുടെ മനസ്സിൽ എത്തോളം കുഷ്ടവും വിഷവും ഇരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. വെറും പന്ന സ്ത്രീ, വെറും പന്ന പെണ്ണ്, പന്ന സ്ത്രീ ആയിട്ട് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കൂ. നീ അഖിൽമാരാറുടെ കൂടെയും അഭിഷേകിന്റെ കൂടെയൊക്കെ ഒരു സിനിമ അഭിനയിച്ചിട്ട് അവർ പറഞ്ഞു തന്ന പരിപാടിയായിട്ടാണോ? അവരിതിനും ക്വാളിറ്റിയോടെ കളിച്ചവരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതോ ഇനി അഭിഷേക് പറഞ്ഞിട്ടുള്ള കാര്യമാണോ? അഭിഷേക് കഴിഞ്ഞ സീസണിൽ വന്നിട്ട് ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തി അത്യാവശ്യം സപ്പോർട്ട് പിടിച്ച് മേളിലോട്ടങ്ങ് കയറി വന്ന ഒരാളാണ്. പക്ഷെ അഖിൽമാരാർ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളല്ല, ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുമല്ല. നീ ഈ കാണിക്കുന്ന കളിയൊക്കെ ഏത് കോത്താളത്തെ കളിയാണെന്നായിരിക്കും ചിലപ്പോൾ അങ്ങേരും ആലോചിക്കുന്നത്, എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരും ആലോചിക്കുന്നത്. ഇനി ഇവള് വന്നിട്ട് ചോദ്യം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. 39-ാം ദിവസം അർദ്ധരാത്രി 12:05. അതായത് മൈക്ക് ഇടാൻ നിൽക്കുന്ന ഒനയിലിന്റെ അടുത്ത് പറയാണ് വേറൊരു മൈക്ക് എന്ന്. ഇപ്പോഴത്തെ മൈക്ക് ഇടാനായിട്ട് പോകുമ്പോൾ ഒനയിൽ ചോദിക്കുന്നുണ്ട്, എന്തിനായി മൈക്ക് ഇടേണ്ട ആവശ്യം എന്തുവാന്ന്? എന്താ സംഭവം? ആക്ടിവിറ്റി മുന്നോട്ട് പോകുന്ന ടൈമില് മസ്താനി മോശമായിട്ടുള്ള രീതിയിൽ താങ്കൾ ടച്ച് ചെയ്തിട്ടുണ്ട്.
and you are sorry to her after that. Do you think it's right? അത് ചോദിക്കുക ഇവളാരാ മസ്താനിയോട് ബാഡ് ബിഹേവ് ചെയ്ത് സോറി പറയാനെന്ന്? അല്ല ഇവളാരാ? ബിഗ് ബോസാ? ബിഗ് ബോസ് വന്നപ്പോഴത്തേന് നിന്നെയാണോ ഏൽപ്പിച്ചത് സോറി പറയാനായിട്ട്? നീ അത് കണ്ടോ? നീ അതോട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? കണ്ണി കാണത്തിന് കിടന്ന് സംസാരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കുറെ ഡയലോഗ് ഉണ്ട്, അതും കൂടെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോറി പറഞ്ഞു, പക്ഷെ അതെനിക്ക് കുറച്ച് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അയ്യോ വീഴാൻ പോയപ്പോ മനസ്സിലായില്ല എങ്ങനെ? You don't even know. ഇന്നത്തെ കാര്യം റിമെമ്പർ ചെയ്യുന്നില്ല. അവൻ ആലോചിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത ആക്ട് അവൻ ഇന്റൻഷനലി ചെയ്തതാണോ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇവിടെ ഏത് തരത്തിലെ പെണ്ണാണെന്ന് ആലോചിച്ച് നോക്കണേ. പെണ്ണുങ്ങളുടെ ക്വാളിറ്റി ഏത് നിലവാരത്തിലായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണേ. ഇതുപോലുള്ള ഒരു പന്ന സ്ത്രീയൊക്കെ സെലക്ട് ചെയ്തെടുത്ത് ബിഗ് ബോസിൽ കൊണ്ടുവന്നതേ ആർക്ക് മോട്ടിവേഷന് വേണ്ടിയിട്ടാ? സമൂഹത്തിന് ഇവർ എന്തുവാ പറഞ്ഞു കൊടുക്കുന്നത്? സമൂഹത്തിൽ എന്തു ഇവർ കാണിക്കുന്നത്? വീഴാൻ പോകുന്ന ഒരുത്തനെ പോലും കൈപിടിച്ച് മുകളിലേക്ക് കയറ്റരുതെന്നാണ് പറയുന്നത്. അതിനകത്തോടെ ഒരു ഗുഡ് ടച്ചും ബാഡ് ടച്ചും കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. നീ വലിയ പതിവ്രതയൊന്നും ചമയാനായിട്ട് നിൽക്കാതെ മലയാളികളുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാവും, ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവും നീ പറയുന്നതിനകത്ത് നല്ല കാര്യമുണ്ടോ ചീത്ത കാര്യമുണ്ടോ എന്നുള്ളൊരു കാര്യം. എന്ത് വൃത്തികെട്ട സ്വഭാവം വെച്ചോണ്ട ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ നിൽക്കുന്നത്. അത് ഏത് നിലവാരത്തിൽ ഇവിടെ കളിച്ചോണ്ട് പോകാൻ പോകുന്നതിന്റെ ഇത് ഇവളുടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം. ആ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് കയറിയപ്പോൾ ഞാൻ 50 സെന്റിമീറ്റർ വെച്ചിട്ടേ നിൽക്കത്തുള്ളൂ. അതിന്റെ ഉള്ളിലോട്ട് വരാൻ പാടില്ല. നമ്മളൊരു പെർമിഷൻ എടുക്കാൻ നമ്മുടെ ദേഹത്ത് തൊടാൻ പാടില്ല. ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ നിൽക്കാറുള്ളത്. അവർക്ക് ബുദ്ധിമുട്ടായിട്ടാണ് അവള് വന്ന് പറഞ്ഞത്. അയ്യോ, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറി കഴിഞ്ഞാൽ 50 സെന്റിമീറ്റർ മാറി ഞാൻ നിൽക്കാറുള്ളത്. നമ്മുടെ അടുത്തോട്ട് വരാനായിട്ട് നമ്മളൊരു മാർജിൻ കീപ്പ് ചെയ്യണമെന്നുള്ള കാര്യം. എന്റെ പൊന്നു കുഞ്ഞ്, നീ ബിഗ് ബോസിനകത്ത് ഇപ്പൊ അവനോട് സംസാരിക്കാൻ നേരമൊക്കെ എങ്ങനെയായിരുന്നു? ഇത് കഴിഞ്ഞ് വലിയ ആർഗ്യുമെന്റ് നടത്തിയിട്ട് നീ 50 സെന്റിമീറ്റർ സ്കെയിൽ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അയ്യയ്യയ്യേ, വെറും നിലവാരമില്ലാത്ത രീതിയിലേക്കൊക്കെ ഓരോ ബിഗ് ബോസിന്റെ, അതും ഓരോ വർഷം കഴിയുമ്പോഴത്തേന് നിലവാരം ചിലപ്പോൾ ഉയർന്നുയർന്നാ വരുന്നത്. ഇത് സ്വഭാവം നേരെ താഴോട്ട് പോവുക. എനിക്ക് തോന്നുന്നു ജനവികാരം ഇതാണ്, ജനങ്ങളുടെ മനസ്സ് ഇതാണ്, ജനങ്ങൾ ഇതാണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന വെറും തെണ്ടിത്തരങ്ങളായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇവള് കാണിച്ചൊന്നും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പോലും പറ്റാത്ത ഒരു കുറച്ചധികം കാര്യങ്ങളായിട്ട് മാത്രമേ എനിക്കിത് കണക്കൂട്ടാൻ സാധിക്കൂ. ഈ ഒരു ആക്ടിന് ശേഷം നടന്നിട്ടുള്ള ആ വഴക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതൊരു ഇഷ്യൂ ആക്കാൻ പാകത്തിലുള്ള ഒരു ചീപ്പ് പ്ലേസിൽ നിന്നല്ല ഞാൻ വരുന്നതെന്ന് തീർച്ചയായിട്ടും ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാം. നീ അതുപോലൊരു പ്ലേസിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നീ അതൊരു ഇഷ്യൂ ആക്കിയത്. നിനക്കിത് ഇന്റൻഷ്യലി ഇഷ്യൂ ആക്കരുതായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ മൈക്ക് ഇടാതെ നിന്ന ഒനയിലിന്റെ അടുത്ത് മൈക്ക് ഇടാതെ തന്നെ നീ അത് ചോദിച്ചേനെ വരുന്നത്. ഇത് മൈക്ക് ഇട് എന്നിട്ട് വന്ന് സംസാരിക്കുന്നു പറയുമ്പോൾ തന്നെ നിന്റെ ഉദ്ദേശവും നിന്റെ ഉദ്ദേശ ശുദ്ധി എന്തുവാ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെ കേട്ടോ. അയ്യോ, ഈ ഷൗട്ട് എന്താണെന്നറിയോ? നിന്റെ കൈ വിട്ടുപോയി. നീ ഉദ്ദേശിച്ച സാധനം അവിടെ വർക്കൗട്ട് ആയില്ല, ആരുടെയും സപ്പോർട്ട് കിട്ടിയില്ല. അപ്പോഴത്തേക്കും നീ ഭയങ്കര ടെമ്പറായി, നീ കിടന്നങ്ങ് അലറി അലച്ച് വാരി. അവള് കണ്ടോ എന്ന് ചോദിച്ച ഒറ്റ ചോദ്യത്തിനകത്ത് അവക്കിനി ഉത്തരവില്ല. അവൾക്ക് ഇത് ചോദിക്കാൻ ഒരു അർഹതയില്ല. കണ്ണിൽ കാണാത്തൊരു കാര്യം അവിടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് എടുത്തത് ചോദിക്കേണ്ട. അതിനാണ് അവിടെ 72 ക്യാമറ വെച്ചേക്കുന്നതും അത് ചോദ്യം ചെയ്യാനാണ് എല്ലാ വീക്കിലിയും ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ബിഗ് ബോസിലേക്ക് വരുന്നതും. മസ്താനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ലാലേട്ടൻ അനൗൺസ് ചെയ്തിട്ട് ലാലേട്ടൻ എടുത്ത് വെച്ച് സ്ക്രീനിനകത്തിട്ട് കാണിക്കും. കാരണം ഈ ഒരു ആക്ടും ഈ ഒരു ഷോയും ജനങ്ങൾ കണ്ടതാ. അപ്പൊ അതിന്റെ ഒരു പച്ചയായ സത്യം എന്താണെന്ന് അറിയാനുള്ള ബാധ്യത ഈ പറഞ്ഞ ജനങ്ങൾക്കുണ്ട്. അത് കാണിച്ചാലുള്ള ഉത്തരവാദിത്തം ബിഗ് ബോസിനുണ്ട്. അവർ ചെയ്യും. അല്ലാതെ ബിഗ് ബോസിനകത്ത് വന്ന് ഇതൊരു കോണ്ടന്റ് ആയിട്ട് എടുക്കുകയും അവിടെ നിന്നൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെറ്റ സ്വഭാവം. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനുണ്ടല്ലോ അനിമോള് പറഞ്ഞതിനകത്ത് വേറെ ആര് സപ്പോർട്ട് ചെയ്തതിന് അവള് പറഞ്ഞത് ഉറച്ച് അവിടെ നിന്ന് അത് അതിനകത്ത് അവള് കണ്ടു എന്ന് തന്നെ പറഞ്ഞ് കണ്ടതുപോലെ തന്നെ നിന്ന്, അല്ലാതെ ആരും കണ്ടതും കേട്ടതും വെച്ചിട്ട് പറഞ്ഞ കാര്യമൊന്നുമല്ല. ലാലേട്ടൻ അവിടെ ചോദ്യം ചെയ്ത അതേ ഫോഴ്സിന്റെ ഡബിൾ ഫോഴ്സ് വേണം ഇവളെ പോലുള്ളവന്മാരെ ചോദ്യം ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും. അയ്യേ, വെറും 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 ചെറ്റ കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഇതിനെ ഫീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനോ നമ്മുടെ സമൂഹത്തിലൊന്നും ഇതൊന്നും വലിയ ഉത്തേജകമായിട്ട് എടുത്തു വെച്ച് കാണിക്കാനും വലിയ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് പോയ കാര്യമാണെന്ന് നമുക്ക് കാണിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. ഇതിന് ശേഷം പോയിട്ട് ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ പോയി കിടന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നു ഇതിന് ആരില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഞാനങ്ങ് നിന്നോളൂ. അയ്യോ, അപ്പൊ നീ വിചാരിക്കും പുറത്തിരിക്കുന്നവരെല്ലാവരും നിന്റെ ഈ ആക്ട് കണ്ടിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യുമെന്ന്. എടി, സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. ഇത് സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്ന് കരുതി നീ കാണിച്ചു കൂട്ടിയിട്ടുള്ള അബദ്ധം മാത്രമായിട്ട് ഇത് ജനങ്ങൾ കണക്ക് കൂട്ടത്തുള്ളൂ. ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നിയ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എടുത്ത് കാണിക്കാനുള്ളൊരു കാര്യം.